ഹലോ, നമുക്കിന്നൊരു ഈസി പിസി ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അതിൻ്റെ കൂടെ റോബസ്റ്റിൻ്റെ പഴം 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വലിയതാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ ഒരു 2-3 സ്പൂൺ ഓഫ് മിൽക്ക് ഒഴിക്കാം. അതിലേക്ക് ഉപ്പും ഒരു നുള്ളു പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുക. ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫ്ലോർ ഇടാം. ഞാനിപ്പോൾ ഇവിടെ റാഗിയും പിന്നെ കുറച്ച് റാഗിയും ആട്ടപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത്. നിങ്ങൾക്ക് റാഗി മാത്രം മതി എന്നെങ്കിൽ റാഗി മാത്രം ഇടാം, അല്ലെങ്കിൽ ആട്ട മാത്രമാണെങ്കിൽ ആട്ട ഇടാം, അല്ലെങ്കിൽ ഓട്സ് വേണമെങ്കിൽ അതായാലും ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ കാണുന്ന കൺസിസ്റ്റൻസി ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ, ഇവിടെ സിലിക്കൺ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ ഗീയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ സിലിക്കൺ ട്രേ ആയതുകൊണ്ട് ബ്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഗീ ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി നിർബന്ധമില്ല, ഡെക്കറേഷന് വേണ്ടി എന്തെങ്കിലും നട്ട്സ്, ഞാനിവിടെ കാഷ്യും ഡേറ്റ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും നിർബന്ധമില്ല, നമുക്ക് ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്. നമുക്ക് ഏതാ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ നമ്മളിതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഓഫ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ ഒരു 12 to 15 മിനിറ്റ്സ്, 12 മിനിറ്റ്സ് മതി. 12 മിനിറ്റ്സ് ഒരു 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആവും. എയർ ഫ്രയറിൽ തന്നെ ഉണ്ടാക്കുക. നമുക്ക് ഇത് അവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലോ ഇതേ ടെമ്പറേച്ചറിൽ ഇതേ ടൈമിൽ തന്നെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട്, ഞാനത് കാലത്ത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആയാലും ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ കൂടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.